സ്വർണ്ണമോഷണത്തിനായി അയൽക്കാരി കെട്ടിയിട്ട് തീ കൊളുത്തിയ വീട്ടമ്മ മരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പത്തനംതിട്ട കീഴായ്പൂർ സ്വദേശി ലതാകുമാരിയാണ് മരിച്ചത്. കുറ്റകൃത്യം ചെയ്ത പോലീസുകാരന്റെ ഭാര്യ സുമയ്യ അറസ്റ്റിലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു മരണം. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശിനാരായണൻ, ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സ്വർണ്ണമോഷണത്തിന് വേണ്ടി ഒരു സ്ത്രീയെ കെട്ടിയിട്ട് കത്തിച്ചു കൊന്നു, അല്ലേ? ഭവ്യ, അത് തന്നെയാണ് കാരണം. എന്തായാലും കീഴ്വായ്പൂർ സ്വദേശിയ ലതാകുമാരിയാണ് മരിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 9-നാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ലതാകുമാരിയുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സുമയ്യ എന്ന സ്ത്രീയാണ്, യുവതിയാണ് പ്രതിയായിട്ടുള്ളത്. ഈ സുമയ്യ ലതാകുമാരിയുടെ വീട്ടിലെത്തുകയും നിരന്തരം പരസ്പരം സഹകരണമുള്ള വീടായിരുന്നു. പക്ഷേ പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചില ആവശ്യപ്പെടുകയും ചെയ്തു. അത് കൊടുക്കാതെ വന്നതിനെ തുടർന്നാണ് വീട്ടിലെത്തി. ഈ ഒക്ടോബർ 9-ാം തീയതി വൈകിട്ട് വീട്ടിലെത്തിയതിനു ശേഷം ഈ ലതാകുമാരിയെ കൈയും കാലും കെട്ടിയതിനു ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവർന്നതിന് ശേഷം വീട്ടിൽ തീയിട്ട് ഈ ലതാകുമാരിയെ തീയിട്ടതിന് ശേഷം പുറത്തുപോയിരുന്നു. എന്തായാലും ഗുരുതരമായി പൊള്ളലേറ്റ ലതാകുമാരി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് മരണമടഞ്ഞത്. എന്തുകൊണ്ടും പ്രതിയെ പിന്നീട് ആ തീ കൊളുത്തിയ സംഭവ ദിവസം തന്നെ ഒക്ടോബർ 9-ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്ത് വരികയും ചെയ്യുന്നു. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് ഈ പ്രതിയായ സുമയ്യ. കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇരുവരും താമസിക്കുന്നത്. പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഈ പ്രതി സുമയ്യ താമസിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ അയൽവാസിയാണ് ഈ കൊല്ലപ്പെട്ട ലതാകുമാരിയും താമസിക്കുന്നത്. ഇരുവരും പരിചയമുള്ളവരാണ്. ഏതായാലും ഈ സാമ്പത്തികമായി, അതായത് വലിയ സാമ്പത്തിക പരാജയം ഈ സുമയ്ക്കുണ്ടായതായി പറയുന്നു. അത് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഈ ഓഹരി ട്രേഡിങ്ങിലൂടെ പണം നിക്ഷേപിക്കുകയും അത് നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് സുമയ്യ ഉണ്ടായിരുന്നത്. ഈ പണം കടം തീർക്കുന്നതിന് വേണ്ടി ചില തിരിമറികൾ നടത്താൻ വേണ്ടിയാണ് ഈ പണം ആവശ്യപ്പെട്ട് ലതാകുമാരിയുടെ വീട്ടിലെത്തി ഈ ഒക്ടോബർ 9-ാം തീയതി ചോദിക്കുന്നത്. പണം പിന്നീട് നൽകിയില്ല. ഒപ്പം തുടർന്നുള്ള വാക്കേറ്റത്തെ തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയും ഒപ്പം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയാണ് ചെയ്തത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വലിയ വികളമുണ്ടാകിയ ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ ലതാകുമാരി ഓടി പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് പോലീസ് ഇടപെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. തുടർന്നാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ലതാകുമാരിയുടെ മരണം സംഭവിച്ചത്. എന്തായാലും കൊലക്കുറ്റത്തിന് കൂടി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. പോലീസിന്റെ കസ്റ്റഡിയിൽ റിമാൻഡിലുമാണ് ഈ പ്രതിയായ സുമയ്യ. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പ്രതിക്ക് പരോൾ പോലും നൽകരുതെന്നും വധശിക്ഷ വിധിക്കണമെന്നും പ്രോസിക്യൂഷൻ. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ ചെന്താമര 2 പേരെ കൂടി കൊലപ്പെടുത്തിയെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അയൽവാസിയായിരുന്ന പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൽ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ 2019 ആഗസ്റ്റ് 31-നാണ് ചെന്താമര വെട്ടിക്കൊന്നത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സജിതയെന്ന മന്ത്രവാദിനി പറഞ്ഞതിനെ തുടർന്നായിരുന്നു ഈ ക്രൂര കൊലപാതകം ചെന്താമര നടത്തിയത്.